കനത്ത മഴയും വെള്ളപ്പൊക്കവും മഴക്കെടുതിയും തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ജനജീവിതം താറുമാറാക്കി. മഴ അല്പം ശമിച്ചിട്ടുണ്ടെങ്കിലും മഴക്കെടുതി അതിരൂക്ഷമായി തുടരുകയാണ്. സെപ്റ്റംബർ 3 ചൊവ്വാഴ്ച തെലങ്കാനയിൽ മാത്രം 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. രക്ഷാപ്രവർത്തനവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോവുകയാണ്. പ്രളയബാധിത മേഖലകൾ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി സന്ദർശിച്ചു. ഭാവിയിൽ ഇത്തരം അടിയന്തര ഘട്ടങ്ങൾ കൈകാര്യം ചെയ്യാൻ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് രൂപീകരിക്കുമെന്നും രേവന്ത് റെഡ്ഡി അറിയിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാനായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗവും മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടി. പ്രളയക്കെടുതി അനുഭവിക്കുന്ന ഓരോ ജില്ലയ്ക്കും 5 കോടി രൂപ വീതം ധനസഹായവും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവും തിങ്കളാഴ്ച പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. വെള്ളം ഉയർന്നതോടെ വീടുകളിൽ കുടുങ്ങിപ്പോയ ആളുകളുമായി മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തി. ഭക്ഷണവും അദ്ദേഹം വിതരണം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയെ വിളിച്ച് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. അതിനിടെ മഴ ദുരന്തം വിതച്ച ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ മരണസംഖ്യ 27ആയി. തെലങ്കാനയിൽ 15 പേരും ആന്ധ്രയിൽ 12 പേരുമാണ് പ്രളയത്തിൽ മരിച്ചത്. ഇരു സംസ്ഥാനങ്ങളിലെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് 17,000-ലധികം ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റി. സംസ്ഥാനത്തുടനീളം പെയ്ത തുടർച്ചയായ മഴയാണ് വ്യാപകമായ വെള്ളപ്പൊക്കത്തിലേക്ക് നയിച്ചത്. പലയിടങ്ങളിലെയും റെയിൽ പാളങ്ങൾ ഒലിച്ചുപോയ സാഹചര്യത്തിൽ 150 ട്രെയിനുകൾ റദ്ദാക്കുകയും പലതും വഴിതിരിച്ചുവിടുകയും ചെയ്തു. കനത്ത മഴയും വെള്ളപ്പൊക്കവും കാരണം റോഡ് അടച്ചിട്ടിരുന്നു. അതിനിടെ സെപ്റ്റംബർ 5 വരെ ആന്ധ്രാപ്രദേശിന്റെ ചില ഭാഗങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. തെലങ്കാനയിലും അതിശക്തമായ മഴയ്ക്കുള്ള സമാനമായ കാലാവസ്ഥയാണ് പ്രവചിക്കുന്നത്. ఫోన్ చేయండి. లిఫ్ట్ చేస్తున్నారు. అన్నా